നമസ്കാരം. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടുകൂടി ഗാസ സിറ്റി മേഖലയിൽ നിന്നും ആളുകൾ കൂട്ടപ്പലായനം തുടങ്ങിയിരിക്കുകയാണ്. തെക്കൻ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പലസ്തീൻ കുടുംബങ്ങൾ എവിടേക്കാണ് എന്നറിയാതെ ദുരിതയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ബോംബാക്രമണം മൂലം തകർന്ന ഷുജൈർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് നിലവിൽ സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടയിൽ ഈ കൂട്ടപ്പലായനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ ഇതിനോടകം തന്നെ കനത്ത നാശമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്ത് കാൽനടയായിട്ടാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 5ഓളം വീടുകൾ തകർന്ന് 3 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയുമാണ്. അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലെബനനിൽ നിന്നും തങ്ങളുടെ 20,000 പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ കനേഡിയൻ സൈന്യം അറിയിക്കുന്നത്. നിലവിൽ ലെബനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ പോലും ഏത് നിമിഷവും ഇത് ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹമാസിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ കോട്ടയായ ലെബനനുമായി കൊമ്പ് കോർക്കാൻ ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഹമാസുമായുള്ള യുദ്ധം ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം തിരിഞ്ഞിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ മേഖല വളരെയധികം സംഘർഷഭരിതമാണ്. ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കടന്നുകയറ്റം ലെബനിലേക്ക് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലവിൽ നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഏത് നിമിഷവും ഒരു അറിയിപ്പ് ഉണ്ടായേക്കാം എന്നുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഇന്ത്യൻ പൗരന്മാർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.